ലൈബിലിറ്റീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാധ്യത എന്നാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടം. ബിസിനസ് മറ്റുള്ളവർക്ക് പൈസ കൊടുക്കാനുണ്ട്, അതിനെയാണ് ഈ ലൈബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദീസ് ഡിനോട്ട് ദ എമൗണ്ട് വിച്ച് എ ബിസിനസ് ഓസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാധ്യതപ്പെട്ടിരിക്കുക, കടപ്പെട്ടിരിക്കുക. ടു അതേഴ്സ്, ആരോടെ കടപ്പെട്ടിരിക്കുന്നത്? മറ്റുള്ളവരുമായിട്ട്. ടു അതേഴ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓസ് ടു അതേഴ്സ്, മറ്റുള്ളവരുമായിട്ട് കടപ്പെട്ടിരിക്കുകയാണ്. എന്തിനാണ് ബാധ്യതപ്പെട്ടിരിക്കുന്നത് നോക്കാം. ഐദർ ഫോർ മണി ബോറോഡ്, ചിലപ്പോൾ അവരിൽ നിന്ന് പൈസ കടം മേടിച്ചായിരിക്കാം. അപ്പം ബിസിനസ്സിന് വേണ്ടി കൂടുതൽ പൈസ എന്തെങ്കിലും ആവശ്യം വന്ന സമയത്ത് ഏതെങ്കിലും ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ പൈസ കടം വാങ്ങിയതായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓർ ഫോർ ഗുഡ്സ് ആൻഡ് അസറ്റ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്. അപ്പം നമ്മൾ എറണാകുളത്ത് ഏതെങ്കിലും ഒരു സപ്ലയറുടെ അടുത്ത് പോയിട്ട് നമ്മുടെ കടയിലോട്ട് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് എല്ലാം വാങ്ങി, നമ്മളുടെ കടയിലോട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങി പൈസ പിന്നീട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പൈസ നമ്മൾ പിന്നീട് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കമ്പനിയിലോട്ടൊരു മെഷീനറി വാങ്ങി അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ വാങ്ങി, അതിന് അല്ലെങ്കിൽ സ്ഥലം വാങ്ങി, കമ്പനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം വാങ്ങി, അതിനൊക്കെയാണ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു, പക്ഷേ പൈസ കൊടുത്തില്ല, പൈസ പിന്നെ തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓൺ ക്രെഡിറ്റ്, അതിനാണ് ഈ ഓൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ പിന്നെ തരാമെന്ന്. അതായത് പൈസ കൊടുത്തിട്ടില്ല, ക്യാഷ് അല്ല, പകരം എന്താണ്, ക്രെഡിറ്റ് ആണ്, പൈസ പിന്നീട് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെയാണ് ഈ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓൺ ക്രെഡിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൈസ പിന്നീട് തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെയാണ് ഈ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് ഓസ് ടു അതേഴ്സ്, ബിസിനസ് മറ്റുള്ളവരുമായിട്ട് ബാധ്യതപ്പെട്ടിരിക്കുകയാണ്, കടപ്പെട്ടിരിക്കുകയാണ്. എന്തിനൊക്കെയാണ്? ഫോർ മണി ബോറോഡ്, ചിലപ്പോൾ പൈസ കടം മേടിച്ചതിനാകാം. ഓർ ഫോർ ഗുഡ്സ് ആൻഡ് അസറ്റ്സ് പർച്ചേസ്ഡ്, ചിലപ്പം ഗുഡ്സോ ഈ പറഞ്ഞിരിക്കുന്ന അസറ്റോ കടത്തിൽ വാങ്ങിയതിൻ്റെ പേരിലായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഓർ ഫോർ സർവീസ് റെൻഡേഡ്, അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സേവനങ്ങൾ വാങ്ങി അതിൻ്റെ പൈസ പിന്നെ തരാമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ സേവനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡോക്ടർമാർ കൊടുക്കുന്ന സേവനമാണ്, അല്ലെങ്കിൽ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ്, എയർ ടിക്കറ്റ്, ഇതൊക്കെ ഒരു സർവീസുകൾ ആണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും സർവീസായിട്ട്, ഒരു സേവനമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങി, അല്ലെങ്കിൽ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഒക്കെ ഒരു സർവീസാണ് ചെയ്യുന്നത്, ഒരു ഓഫീസിട്ട് അയാൾ സർവീസ് ചെയ്യുന്നത്, അപ്പോൾ അയാളോട് പിന്നെ പൈസ തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും കാര്യമായിരിക്കാം. ഇപ്പം 3 കൂട്ടം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഒന്നിലെ പൈസ കടം മേടിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഗുഡ്സോ അസറ്റോ കടം പറഞ്ഞ് മേടിച്ചതായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സർവീസ് കൈപ്പറ്റിയിട്ട് പൈസ പിന്നീട് തരാമെന്ന് പറഞ്ഞിരിക്കുകയായിരിക്കാം. ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ബിസിനസ് മറ്റുള്ളവരുമായിട്ട് കടപ്പെട്ടിരിക്കുകയാണ്, ബാധ്യതപ്പെട്ടിരിക്കുന്നതിനെയാണ് ലൈബിലിറ്റീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈബിലിറ്റീസിൻ്റെ മറ്റൊരു പേരാണ് ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിന് പുറത്തുള്ളവർക്ക് ബിസിനസ്സിന് മേൽ ചെറിയൊരു അധികാരം വരും, കാരണം അവരുടെ പൈസയാണല്ലോ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്ലെയിമിനെ നമ്മൾ നിന്ന് വിളിക്കുന്നുണ്ട് ലൈബിലിറ്റി, ബാധ്യത എന്ന് വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലൈബിലിറ്റീസിൻ്റെ മറ്റൊരു പേരാണ് ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി. ഇനി അതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കറണ്ട് ലൈബിലിറ്റി, രണ്ടാമത്തെ നോൺ കറണ്ട് ലൈബിലിറ്റി അല്ലെങ്കിൽ ഫിക്സഡ് ഓർ ലോങ് ടൈം ലൈബിലിറ്റി എന്നാണ് അതിനെ പറയുന്നത്. എന്താണെന്ന് നോക്കാം. ഇനി അതിലൊന്നാമത്തെ പറഞ്ഞിരിക്കുകയാണ് കറണ്ട് ലൈബിലിറ്റി. നമ്മൾ കറണ്ട് അസറ്റ് എന്ന് എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ് കറണ്ട് അസറ്റ്? ഒരു വർഷത്തിനുള്ളിൽ താഴെ നിന്നുകൊണ്ട് നമുക്ക് വിറ്റ് പൈസയാക്കാൻ പറ്റുന്ന തരത്തിലുള്ള അസറ്റുകളെയാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് 1 ഇയർ താഴെയാണ്. അതുപോലെ തന്നെയാണ് ലൈബിലിറ്റിയും. ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ പൈസ കൊടുത്ത് തീർക്കുന്ന തരത്തിലുള്ള ബാധ്യതകളെയാണ് നമ്മൾ കറണ്ട് ലൈബിലിറ്റി എന്ന് പറയുന്നത്. വിത്തിൻ 1 ഇയർ, ഒരു വർഷത്തിൽ താഴെ, അതിനുള്ളിൽ തന്നെ നമ്മൾ ആ പൈസകളെല്ലാം കടം വീട്ടി കഴിയും. ഇനി നോക്കാം എന്താണെന്നുള്ള കാര്യം. ദീസ് ആർ ലൈബിലിറ്റീസ് വിച്ച് ബിക്കം ഡ്യൂ ആൻഡ് പേയബിൾ. അപ്പോൾ അത് ആ ബാധ്യതകൾ ഡ്യൂ ആകുന്ന, അല്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കുന്ന എന്നത്തേക്കാണ് വിത്തിൻ എ ഷോർട്ട് ടൈം, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മൾ ആ കടങ്ങൾ വീട്ടും. യൂഷ്വലി 1 ഇയർ ഓർ ലെസ്, സാധാരണ ഒരു വർഷമോ അതിൽ താഴെയോ സമയം കൊണ്ട് നമ്മളത് വീട്ടിൽ കഴിയും, അത് നമ്മൾ കൊടുത്തു തീർക്കും. ഇനി അതെങ്ങനെയാണ് ആ കറണ്ട് ലൈബിലിറ്റി ഉണ്ടാകുന്നത്? ദൈ അറൈസ് ഔട്ട് ഓഫ് നോർമൽ ട്രേഡ് ആക്ടിവിറ്റീസ്. ഒരു നോർമലി നടക്കുന്ന ഒരു ട്രേഡ് ആക്ടിവിറ്റീസ്, കച്ചവട ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് ഒരു ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തികൾ വഴിയായിട്ടാണ് ഈ കറണ്ട് ലൈബിലിറ്റീസ് ഉണ്ടാകുന്നത്. അതായത് അതിന് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ് ഫോർ ഗുഡ്സ്, ഇപ്പോൾ ഈ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ഗുഡ്സ് എവിടെയെങ്കിലും പോയി ഹോൾസെയിലറുടെ അടുത്തുനിന്ന് നമ്മൾ ഗുഡ്സ് വാങ്ങിയാണ്, അതിൻ്റെ പൈസ നമ്മൾ പിന്നീട് കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ബിൽസ് പേയബിൾ, നമ്മൾ ഈ പറഞ്ഞേക്കുന്ന പോലെ തന്നെ പൈസ ഒരാളുടെ നിന്ന് മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ പൈസ പിന്നീട് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗുഡ്സ് നമ്മൾ വാങ്ങി ഒരു ചെറിയൊരു എഗ്രിമെൻറ്റ്, അതിനാണ് ഈ ബില്ലെന്ന് പറയുന്നത്. പിന്നെ പൈസ 3 മാസം കഴിഞ്ഞിട്ട് തരാം, അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞൊരു ബില്ല് തയ്യാറാക്കും.
അതാണ് ഈ ബിൽസ് പേയബിൾ എന്ന് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, നമ്മൾ കൊടുത്തു തീർക്കാനുള്ള ചിലവ്, ചിലപ്പോൾ സാലറി 2-3 മാസത്തെ കൊടുക്കാൻ കാണും, അതല്ലാന്നുണ്ടെങ്കിൽ റെൻറ്റ് 2-3 മാസത്തെ കൊടുക്കാൻ കാണും. ഇതിനെയൊക്കെയാണ് നമ്മളെന്ന് പറയുന്നത് എക്സാമ്പിൾസ് ഓഫ് കറണ്ട് ലൈബിലിറ്റീസ്. കറണ്ട് ലൈബിലിറ്റീസിൻ്റെ ചില എക്സാമ്പിൾസ് ആണ്. അപ്പം നമ്മൾ ഹോൾസെയിലറുടെ അടുത്ത് പോയിട്ട് ഗുഡ്സ് വാങ്ങി അയാളോട് പറയുകയാണ് പൈസ ഒരു 2 മാസത്തിനുള്ളിൽ തരാം. അത്തരം കാര്യങ്ങൾക്കൊന്നും 1 വർഷത്തിന് മുകളിൽ നമുക്ക് കടം പറയാനായിട്ട് സാധിക്കില്ല. അതല്ലെന്നുണ്ടെങ്കിൽ ഒരാളുടെ ശമ്പളം, നിൻ്റെ ഈ ഒരു വർഷത്തെ ശമ്പളം മുഴുവൻ നിനക്ക് പിന്നെ തരാമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ വാടക, നമ്മുടെ കട തന്നേക്കുന്ന, നമ്മുടെ ഷോപ്പ് ഇട്ടേക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഓണറോട് വാടക മുഴുവനോട് ഒരുമിച്ച് അടുത്ത വർഷം നന്നാക്കാമെന്ന് പറയാൻ പറ്റത്തില്ല. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, വിത്തിൻ 1 ഇയർ, 1 വർഷത്തിനുള്ളിൽ തന്നെ അത് കൊടുത്തു തീർക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ഇത്രയും നമ്മൾ ഓർത്താൽ മതി. കറണ്ട് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അത് പേയബിൾ വിത്തിൻ എ ഷോർട്ട് പീരീഡ്. നമ്മൾ എത്ര നാളും കൊണ്ടത് പേ ചെയ്യും? വിത്തിൻ 1 ഇയർ, 1 വർഷം കൊണ്ട് തന്നെ നമ്മളത് പേയ്മെൻറ്റ് നടത്തും അതിൻ്റെ. ഇനി രണ്ടാമത്തെ ലൈബിലിറ്റിയാണ് ഫിക്സഡ് ഓർ ലോങ് ടൈം ലൈബിലിറ്റി. പേര് കൊണ്ട് തന്നെ നമുക്കറിയാം. ലോങ് ടൈം ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 ഇയർ. അത് നമ്മൾ എത്ര നാൾ കൊണ്ടാണ് അത് പേ ചെയ്യുള്ളൂ? 1 വർഷത്തിന് മേളിൽ അത് വരും. ചിലപ്പോൾ 2-3 വർഷങ്ങളൊക്കെ വരാം, 5-6 വർഷങ്ങളൊക്കെ വരാം. എന്താണെന്ന് നോക്കാം. ലൈബിലിറ്റീസ് വിച്ച് ആർ പേയബിൾ ആഫ്റ്റർ എ ലോങ് പീരീഡ്. ഒരു ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം, ഒരു ദീർഘനാൾ കൊണ്ട് മാത്രം അടച്ചു തീർക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബാധ്യതകളെയാണ് നമ്മളിന്ന് വിളിക്കുന്നത് ഫിക്സഡ് ഓർ ലോങ് ടൈം ലൈബിലിറ്റീസ് എന്ന് വിളിക്കുന്നത്. യൂഷ്വലി മോർ ദാൻ 1 ഇയർ, 1 വർഷത്തിന് മേളിലാണ് അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. ആർ ടൈംഡ് ആസ് ഫിക്സഡ് ഓർ ലോങ് ടൈം ലൈബിലിറ്റി. അതിനെയാണ് നമ്മളിന്ന് വിളിക്കുന്നത് ഫിക്സഡ് ഓർ ലോങ് ടൈം ലൈബിലിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഇനി അവിടെ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഡിവെഞ്ചേഴ്സ്, ലോങ് ടൈം ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ലോങ് ടൈം ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് ഓർത്താൽ മതി. ആ ഒരു എക്സാമ്പിൾ ഓർത്താൽ മതി. ഡിവെഞ്ചർ എന്താണെന്ന് പിന്നീട് ഞാൻ പറഞ്ഞുതരാം, അത് ഒരുപാട് പറയാനുണ്ട് അതിനെപ്പറ്റി, അതുകൊണ്ടാണ്. ലോങ് ടൈം ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ബാങ്കുകളിൽ നിന്നും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും എടുക്കുന്ന ലോൺ. ഇപ്പോൾ ഒരു കമ്പനി ഒരു 1 കോടി രൂപ എടുത്തെന്ന് വിചാരിക്കുക, അവരുടെ ഒരു കാര്യത്തിനായിട്ട്. അവരുടെ കുറച്ച് ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിനും കുറേ വണ്ടി മേടിക്കുന്നതിനൊക്കെ ആയിട്ടാണ് 1 കോടി രൂപ എടുത്തിട്ടുള്ളത്. അവരുടെ ബിസിനസ് മറ്റ് സംസ്ഥാനങ്ങളിലോട്ട് വ്യാപിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ പൈസ കടമെടുത്തത്. അപ്പോൾ അത് ഈ പറഞ്ഞേക്കുന്ന പോലെ നമ്മൾ ഈ ഒരു ഗുഡ്സ് വാങ്ങിച്ചിട്ട് കടം പറയുന്ന പോലെ നമുക്ക് കടം പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുന്നതല്ല, പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ബാങ്കിനോട് ഒരു എഗ്രിമെൻറ്റ് കാണും, 10 വർഷം കൊണ്ട് അല്ലെങ്കിൽ 5 വർഷം കൊണ്ടാണ് കടം വീട്ടുന്നത്. അത് ഓരോ മാസം ഇത്ര രൂപ പലിശയും മുതലുമായിട്ട് ഞങ്ങൾ തന്നോളാം. ആ രീതിയിലാണ് നമ്മൾ ആ ഒരു ബാധ്യത ഏറ്റെടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ബാധ്യതകളെ, 1 വർഷത്തിന് മേലെ നിൽക്കുന്ന ബാധ്യതകളെയാണ് നമ്മളെന്ന് പറയുന്നത് ഫിക്സഡ് ഓർ ലോങ് ടൈം ലൈബിലിറ്റീസ് എന്ന് പറയുന്നത്. അടുത്താണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂലധനം എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള പണത്തിനെയാണ് നമ്മൾ ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ. ബിസിനസ്സിൻ്റെ ഓണർ ബിസിനസ്സിലോട്ട് നിക്ഷേപിക്കുന്ന എമൗണ്ട്, അതിനെയാണ് ഇൻ ദ ഫേം ഈസ് നോൺ ആസ് ക്യാപിറ്റൽ. അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിനായിട്ട് ബിസിനസ്സിൻ്റെ ഓണർ ബിസിനസ്സിലോട്ട്, ആ ഫേമിലോട്ട് നിക്ഷേപിക്കുന്ന, ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ, പൈസയെയാണ് എന്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ആ ഒരു ലൈനെങ്കിലും പഠിച്ചിരിക്കുക. എമൗണ്ട് ഇൻവെസ്റ്റ് ബൈ ദ ഓണർ ഇൻ ദ ഫേം ഈസ് നോൺ ആസ് ക്യാപിറ്റൽ. ഇനി അടുത്തത് ഇറ്റ് മേ ബി ബ്രോഡ്. ഇത് നമുക്ക് 2 രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇൻ ദ ഫോം ഓഫ് ക്യാഷ്, ഒന്നിലെ പൈസയായിട്ട് കൊണ്ടുവരാം. ഒരു 2 കോടി രൂപ എന്ന് പറഞ്ഞ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. 2 കോടി രൂപ നമുക്ക് അതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓർ അസറ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അസറ്റായിട്ട് അതിനെ കൊണ്ടുവരാൻ സാധിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലം മേടിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് അതിനകത്ത് ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്ത് ഒന്നിലെ പൈസയായിട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റെന്തെങ്കിലും രൂപത്തിലുള്ള അസറ്റുകളായിട്ട് അതിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ബൈ ദ ഓണർ ഫോർ ദ ബിസിനസ് എൻറ്റിറ്റി. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ക്യാഷായിട്ടോ അസറ്റായിട്ടോ ഓണർക്ക് ബിസിനസ്സിലോട്ട് ഈ പറഞ്ഞേക്കുന്ന ക്യാപിറ്റൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. എൻറ്റിറ്റി ക്യാപിറ്റൽ ഈസ് ആൻ ഒബ്ലിഗേഷൻ ആൻഡ് ക്ലെയിം ഓൺ ദ അസറ്റ്സ് ഓഫ് ദ ബിസിനസ്. അപ്പം ഈ ക്യാപിറ്റലാണ് ഈ പറഞ്ഞേക്കുന്ന മൂലധനമാണ് എന്തിൻ്റെ ക്ലെയിം എന്ന് പറയുന്നത്, അസറ്റ്സിൻ്റെ ക്ലെയിം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ആ കമ്പനിയിലോട്ട് ഇപ്പോൾ സപ്പോസ് വിചാരിക്കുക ഒരു 1 കോടി രൂപ ക്യാപിറ്റലായിട്ട് ഓണർ കൊണ്ടുവന്നു. അപ്പോൾ ആ 1 കോടി രൂപ വെച്ചിട്ടായിരിക്കും എന്ത് മേടിക്കുന്നത്, ഈ പറഞ്ഞേക്കുന്ന അസറ്റ് മേടിക്കുന്നത്. 1 കോടി രൂപയ്ക്കകത്തുനിന്ന് ഒരു 20 ലക്ഷം രൂപ മുടക്കി ലാൻഡ് മേടിച്ചു, അപ്പോൾ ഒരു അസറ്റായി. അപ്പോൾ അതിൻ്റെ ക്ലെയിം എന്താണ്, ആ 1 കോടി രൂപ കൊണ്ടുവന്ന ക്യാപിറ്റലിനകത്ത് 20 ലക്ഷം രൂപ വെച്ചിട്ടാണ്. ഇപ്പോൾ ഒരു ഇൻകം ടാക്സ് ഓഫീസർ ചോദിക്കുകയാണ് എവിടെ നിന്നാണ് നീ സ്ഥലം മേടിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ ഓണർ കൊണ്ടുവന്ന 1 കോടി രൂപയ്ക്കകത്തുനിന്ന് 20 ലക്ഷം രൂപ എടുത്തിട്ടാണ് ഈ സ്ഥലം മേടിച്ചത്. ഇനി അതുപോലെ തന്നെ ബിൽഡിങ്, എങ്ങനെയാണ് ഈ ബിൽഡിങ് കിട്ടിയത്, ഈ ഓണർ കൊണ്ടുവന്ന 1 കോടി രൂപയ്ക്കകത്തുനിന്ന് 20 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഈ ബിൽഡിങ് പണിത്. 10 ലക്ഷം രൂപ മിഷനറി. അപ്പോൾ ഒരു ഇൻകം ടാക്സ് ഓഫീസർ ചോദിച്ചാൽ എന്താണ് 10 ലക്ഷം രൂപയുടെ അസറ്റ് എങ്ങനെയാണ് വന്നത്,
1 കോടി രൂപ കൊണ്ടുവന്ന ക്യാപിറ്റലിനകത്ത് നിന്ന് 10 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഈ പറഞ്ഞേക്കുന്ന മിഷനറി കൊണ്ടുവന്നത്. അപ്പം ഈ അസറ്റുകളുടെ എല്ലാം ക്ലെയിം എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞേക്കുന്ന ക്യാപിറ്റലാണ്. ഇറ്റ് ഈസ് ദെയർ ഫോർ ഷോൺ ആസ് ദ ക്യാപിറ്റൽ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ക്യാപിറ്റലിനെ ലയബിലിറ്റി ആയിട്ട് കണ്ട് ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എന്താണ്? അസറ്റ് അല്ല ഒരിക്കലും. ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ലയബിലിറ്റിയാണ്. അതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ബിസിനസ്സിനെയും ഓണറിനെയും 2 വ്യക്തികളായിട്ട് കാണുക. ബിസിനസ് ഒരു വ്യക്തിയാണ്, അതോടൊപ്പം തന്നെ ഓണർ മറ്റൊരു വ്യക്തിയാണ്. 2 പേരെയും 2 ആൾക്കാരായിട്ട് കാണുക. അപ്പം നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള 2 ആൾക്കാരായിട്ട് കാണുക. അതിലൊരാൾ ബിസിനസ്സും ഒരാൾ ഓണറും. അപ്പം നമുക്ക് സപ്പോസ് വിചാരിക്കുക എ എന്ന് പറയുന്ന ആളാണ് ബിസിനസ്സിൻ്റെ ഓണർ, ബി എന്ന് പറയുന്ന ആളാണ് ബിസിനസ്. എ എന്ന് പറയുന്ന ആൾ ബിസിനസ്സിൻ്റെ ഓണർ, ബി എന്ന് പറയുന്ന ആൾ ബിസിനസ്. അങ്ങനെ 2നെയും 2 വ്യക്തികളായിട്ട് കാണുക. അപ്പോൾ എ എന്ന് പറയുന്ന ആൾ ബിസിനസ്സിലോട്ട് പൈസ മുടക്കുകയാണ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ ആൾ ആർക്ക് പൈസ കൊടുത്തു? ബി എന്ന് പറഞ്ഞ ആൾക്ക് പൈസ കൊടുത്തു. അപ്പോൾ ബി പൈസ തിരിച്ചു കൊടുക്കണ്ടേ? ഉറപ്പായിട്ടും ബി എന്ത് ചെയ്യണം? എയ്ക്ക് ആ പൈസ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ബിയുടെ ബാധ്യതയായിട്ട് വരികയാണ് ആ പൈസ. ബി എന്ന് പറയുന്ന ബിസിനസ്, അത് ബിസിനസ് എങ്ങനെയും പ്രോഫിറ്റ് ഉണ്ടാക്കി ആർക്ക് പൈസ തിരിച്ചു കൊടുക്കണം? ഓണർക്ക് തിരിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് അത് നമ്മളതിനെ ബാധ്യതയായിട്ട് കാണുന്നത്, ഈ ക്യാപിറ്റലിനെ ബാധ്യതയായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിക്കുക ഈ ബിസിനസ് ഓണർ വന്നല്ലേ, അപ്പോൾ പിന്നെ ഈ ഓണർ കൊണ്ടുവരുന്ന പൈസ എങ്ങനെയാണ് ബിസിനസ്സിന് ബാധ്യതയാവുന്നത്? അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ബിസിനസ്സും ഓണറും 2 വ്യക്തികളാണ്. അങ്ങനെ ചിന്തിക്കുക. ഓണർ ആർക്ക് പൈസ കടം കൊടുത്തു? ബിസിനസ്സിന് പൈസ കടം കൊടുത്തു. ബിസിനസ് ആർക്ക് പൈസ തിരിച്ചു കൊടുക്കണം? ഓണർക്ക് പൈസ തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ, ഓണർ കൊണ്ടുവരുന്ന പൈസയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ലയബിലിറ്റിയാണ്, ബാധ്യതയാണ്. അത് വെച്ചിട്ടാണ്, ആ ഓണർ കൊടുത്ത ആ പൈസ വെച്ചിട്ടാണ് ബിസിനസ് ഈ പറഞ്ഞ അസറ്റുകളെല്ലാം വാങ്ങിയത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിനെ നമ്മൾ എവിടെ കാണിക്കണം? ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. അടുത്ത് സെയിൽസ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ വിൽപ്പന. സെയിൽസ് ആർ ടോട്ടൽ റവന്യൂ ഫ്രം ഗുഡ്സ് ഓർ സർവീസസ് സോൾഡ് ഓർ പ്രൊവൈഡഡ് ടു കസ്റ്റമേഴ്സ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് സെയിൽസ് ആർ ദ ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ മൊത്തം വരുമാനത്തെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് സെയിൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മൊത്തം വരുമാനം എങ്ങനെയാണ് വരുന്നത്? ഫ്രം ഗുഡ്സ് ഓർ സർവീസസ് സോൾഡ് ഓർ പ്രൊവൈഡഡ് ടു കസ്റ്റമേഴ്സ്. അപ്പോൾ നമ്മൾ ഈ ഗുഡ്സ് വിൽക്കുന്ന വഴിയോ അല്ലെങ്കിൽ സർവീസസ് കൊടുക്കുന്ന വഴിയോ, സർവീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ അവിടെ എന്താണ് ചെയ്യുന്നത്? ഡോക്ടർമാരെ വെച്ച് സർവീസാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് അവർ ഒരു കൺസൾട്ടിങ് ഫീസ് മേടിക്കും, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ഒരു സർവീസാണ് കൊടുക്കുന്നത്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഒരു ചെയ്യുന്നത്, സർവീസാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സർവീസ് അവർ വിൽക്കുകയാണ്, അവരുടെ സേവനം അവർ വിറ്റ് പൈസയാക്കുകയാണ് ചെയ്യുന്നത്. ഡോക്ടർ തൻ്റെ സേവനം വിറ്റ് പൈസയാക്കുകയാണ് ചെയ്യുന്നത്, അഡ്വക്കേറ്റ് തൻ്റെ സേവനം സർവീസ് വിറ്റ് പൈസയാണ് ആക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഗുഡ്സ് വിൽക്കുകയോ അല്ലെങ്കിൽ സർവീസ് വിൽക്കുകയോ ചെയ്ത് പ്രൊവൈഡ് ടു കസ്റ്റമേഴ്സിന് കൊടുത്ത് ഉണ്ടാക്കുന്ന വരുമാനത്തിനെയാണ് സെയിൽസ് എന്ന് വിളിക്കുന്നത്. അത് ഗുഡ്സ് വിൽക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ സർവീസ് വിൽക്കുന്നതായിരിക്കാം, രണ്ടും എന്ത് തന്നെയാണ്? സെയിൽസ് തന്നെയാണ്. ഇനി സെയിൽസ് മേ ബി ക്യാഷ് സെയിൽസ് ഓർ ക്രെഡിറ്റ് സെയിൽസ്. സെയിൽസ് 2 രീതി വരും. ഒന്നിലെ ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽസ് നടക്കുന്ന വഴി തന്നെ പൈസ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ്. ഞാൻ പറഞ്ഞു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കടം, പിന്നീട് പൈസ തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ സെയിൽസ് നടത്താറുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് ഒരു സൂപ്പർ മാർക്കറ്റാണെന്ന് വിചാരിക്കുക. നമ്മുടെ നമ്മുടെ പരിചയക്കാരൻ ആരെങ്കിലും വന്നിട്ട് ഒരു കുറച്ച് സാധനങ്ങൾ അരിയും പരിവ്യഞ്ജനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് പറയും ഒരു 2 ആഴ്ചക്കുള്ളിൽ പൈസ തന്നേക്കടാവേ, അല്ല അടുത്ത മാസം 1-ാം തീയതി പൈസ തന്നേക്കടാവേ എന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതിനെയാണ് ഈ ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് പൈസ കിട്ടിയിട്ടില്ല, പൈസ പിന്നീട് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം സെയിൽസ് 2 രീതിയിലുണ്ട്, ക്യാഷ് സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ്. ഈ ഗുഡ്സോ സർവീസോ വിറ്റ് റവന്യൂ വരുമാനം ഉണ്ടാക്കുന്നതിനെയാണ് നമ്മളെന്ന് പറയുന്നത് സെയിൽസ് എന്ന് വിളിക്കുന്നത്. അടുത്താണ് റവന്യൂ എന്ന് പറഞ്ഞാൽ വരുമാനം. ഒരു ബിസിനസ്സിൻ്റെ വരുമാനം എന്നാണ് റവന്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീസ് ആർ ദ എമൗണ്ട്സ് ഓഫ് ബിസിനസ് ഏൺഡ് ബൈ സെല്ലിങ് ഇറ്റ്സ് പ്രൊഡക്റ്റ് ഓർ പ്രൊവൈഡിങ് സർവീസ് ടു കസ്റ്റമേഴ്സ്. ഇപ്പോൾ 2 രീതിയിലാണ് ബിസിനസ്സിന് ഈ പറഞ്ഞിരിക്കുന്ന റവന്യൂ കിട്ടുന്നത്. ദീസ് ആർ ദ എമൗണ്ട് ഓഫ് ബിസിനസ്. അപ്പോൾ ഇത് എമൗണ്ടാണ്, കുറച്ച് പൈസയാണ് കിട്ടുന്നത്. എങ്ങനെയാണ്? ഏൺ ചെയ്യുകയാണ്, നേടിയാണ്. എങ്ങനെയാണ്? സെല്ലിങ് ഇറ്റ്സ് പ്രോഡക്റ്റ്. അവരവരുടെ കയ്യിലുള്ള എന്താണോ ബിസിനസ്സിൻ്റെ പ്രോഡക്റ്റ് അത് വിറ്റഴിക്കുന്ന വഴിയാണ് റവന്യൂ കിട്ടുന്നത്. അതല്ലാന്നുണ്ടെങ്കിലോ പ്രൊവൈഡിങ് സർവീസ് ടു കസ്റ്റമേഴ്സ്. ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞ പോലെ എന്തെങ്കിലും സർവീസ് അവർക്ക് കൊടുക്കുന്ന വഴി. ഇപ്പോൾ ഡോക്ടർമാർ അവരുടെ സർവീസാണ് കൊടുക്കുന്നത്, വക്കീലന്മാർ അവരുടെ സർവീസാണ് കൊടുക്കുന്നത്. ഇതിനെല്ലാവർക്കും ഫീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ 2 രീതിയിലാണ് കിട്ടുന്നത്. സെല്ലിങ് ഇറ്റ്സ് പ്രൊഡക്റ്റ് വിൽക്കുന്ന വഴിയും അല്ലെങ്കിൽ സർവീസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന വഴിയും എന്ത് കിട്ടുന്നുണ്ട്? റവന്യൂ കിട്ടുന്നുണ്ട്. ഈസ് കോൾഡ് സെയിൽസ് റവന്യൂ. അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് സെയിൽസ് റവന്യൂ എന്ന് പറയുന്നത്. ഈ പ്രോഡക്റ്റ് വിൽക്കുന്ന വഴിയോ അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്ന വഴിയോ കിട്ടുന്ന വരുമാനത്തെയാണ് സെയിൽസ് റവന്യൂ എന്ന് വിളിക്കുന്നത്.
ഇനി അതല്ലാണ്ട് മറ്റ് പല രീതിയിലും ബിസിനസ്സിന് വരുമാനം കിട്ടുന്നുണ്ട്. അതർ ഐറ്റം ഓഫ് റവന്യൂ കോമൺ ടു മെനി ബിസിനസ് ആർ കമ്മീഷൻ. അപ്പോൾ ബിസിനസ് എന്തെങ്കിലും പരിപാടി ചെയ്ത് അവർക്കൊരു കമ്മീഷൻ കിട്ടി, അത് സെയിൽസ് കൂടാണ്ട് കിട്ടുന്ന വരുമാനമാണ്. അപ്പോൾ അത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചൊരു വരുമാനമാണ് അവർക്ക്. അതോടൊപ്പം തന്നെ ബിസിനസ് കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കി അതെല്ലാം അവിടെ ബാങ്കിൽ കൊണ്ടിട്ടേക്കുക, ആ പൈസ എല്ലാം അവിടെ. അപ്പോൾ എല്ലാ മാസവും അവർക്കൊരു ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്, അതും ബിസിനസ്സിന് വരുമാനമാണ്. അതും സെയിൽസ് വഴി കിട്ടുന്നതല്ല, ബാങ്ക് വഴി കിട്ടുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ലാഭവിഹിതം. ഈ പറഞ്ഞേക്കുന്ന ബിസിനസ്സിന് കുറേ പൈസ മറ്റ് വേറെ ചില കമ്പനികളിനകത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്, അവരുടെ കമ്പനിയിൽ നിന്ന്. അപ്പോൾ ആ പൈസയ്ക്ക് കിട്ടുന്ന റിട്ടേൺ, അതാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്, ലാഭത്തിൻ്റെ വിഹിതം. അതോടൊപ്പം തന്നെ റോയൽറ്റി, അതായത് ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ച പോലെ ഈ കോപ്പി റൈറ്റ് അല്ലെങ്കിൽ പേറ്റൻറ്റ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, ഇൻറ്റാഞ്ചിബിൾ അസറ്റ്. ഇപ്പോൾ ഈ റോയൽറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വിപണിയിലോട്ടിറക്കി ആ പ്രോഡക്റ്റ് മറ്റാരെങ്കിലും ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് മറ്റാരെങ്കിലും അതുപോലെ തന്നെ ഉണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണോ ഇത് ആദ്യം ഉണ്ടാക്കിയത് അയാൾക്ക് കുറച്ച് പൈസ കിട്ടും. അതിനാണ് ഈ റോയൽറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിവിഡൻഡ് വഴിയും റോയൽറ്റി വഴിയൊക്കെ ബിസിനസ്സിന് വരുമാനം കിട്ടും. വാടക വഴി, ഇപ്പോൾ ബിസിനസ്സിന് വേറെ കുറേ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വാടകയ്ക്ക് കൊടുത്തേക്കുവാണ്, അതുവഴി കുറച്ച് വരുമാനം കിട്ടി. അപ്പോൾ ഇതെല്ലാം എന്ത് തന്നെയാണ്, ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വരുമാനമാണ്. റവന്യൂ ഈസ് ഓൾസോ കോൾഡ് ഇൻകം. റവന്യൂവിൻ്റെ മറ്റൊരു പേരാണ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ റവന്യൂ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, സെയിൽസ് റവന്യൂ ഉണ്ട്. സെയിൽസ് റവന്യൂ എന്ന് പറഞ്ഞാൽ ബിസിനസ് തൻ്റെ പ്രോഡക്റ്റ് വിറ്റഴിക്കുന്ന വഴിയോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും സർവീസ് കൊടുക്കുന്ന വഴിയോ കിട്ടുന്ന വരുമാനത്തെയാണ് സെയിൽസ് റവന്യൂ എന്ന് പറയുന്നത്. അതല്ലാതെ ബിസിനസ്സിന് വേറെയും വരുമാനമുണ്ട്. കമ്മീഷൻ കിട്ടുന്ന വഴി അവർക്ക് വരുമാനമുണ്ട്, പലിശ കിട്ടുന്ന വഴി അവർക്ക് വരുമാനമുണ്ട്. മറ്റ് ബിസിനസ്സുകളിനകത്ത് പൈസ നിക്ഷേപിച്ചിട്ടുണ്ട്, അപ്പോൾ ആ മറ്റ് ബിസിനസ്സുകളിൽ ലാഭമാകുന്ന വഴി ഇവർക്ക് കുറച്ച് പൈസ കിട്ടും, ആ ഒരു ലാഭത്തിൻ്റെ വിഹിതം ഇവർക്ക് കിട്ടും, അതിനാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇനി റോയൽറ്റി, ഈ പറഞ്ഞേക്കുന്ന ബിസിനസ് എന്തെങ്കിലും സ്വന്തമായിട്ടൊരു പ്രോഡക്റ്റ് വികസിപ്പിച്ചെടുക്കുക, അപ്പോൾ ഒരു കാർ ഉണ്ടാക്കി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ്സിൻ്റെ ഒരു ഐഡിയ ഇവരുണ്ടാക്കിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഒരു മിഷനറി, ഒരു യന്ത്രം കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ കാറല്ല, എന്തെങ്കിലും ഒരു യന്ത്രം കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനൊരു റോയൽറ്റി കിട്ടും. ഇനി വേറെ ഏതെങ്കിലും കമ്പനി ഇത് മോഡലാക്കി ആ യന്ത്രം ഉണ്ടാക്കിയാലും ഇവർക്ക് ചെറിയൊരു പൈസ അതിൻ്റെ കിട്ടും, അതിനാണ് ഈ റോയൽറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് ബിസിനസ്സിൻ്റെ ഒരു വരുമാനമാണ്. റെൻറ്റ് ഒരു വരുമാനമാണ്, വാടക ഒരു വരുമാനമാണ്. അപ്പോൾ റവന്യൂവിൻ്റെ മറ്റൊരു പേരാണ് ഇൻകം എന്നുള്ളത്, വരുമാനം എന്നുള്ളത്. അടുത്തതാണ് എക്സ്പെൻസ്, ചിലവുകൾ. എങ്ങനെയാണ് ബിസിനസ്സിന് ചിലവുണ്ടാകുന്നതെന്ന് നോക്കാം. കോസ്റ്റ് ഇൻകേർഡ് ബൈ ദ ബിസിനസ് ഇൻ ദ പ്രോസസ് ഓഫ് ഏണിംഗ് റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുമാനം ഉണ്ടാക്കുന്നതിനായിട്ട് ബിസിനസ്സിന് കുറേ ചിലവ് വരും. അപ്പോൾ ബിസിനസ് വരുമാനം ഉണ്ടാക്കുന്നതിനായിട്ട് കുറേ ചിലവ് വരും, അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഈസ് നോൺ ആസ് എക്സ്പെൻസ്. ഇനി അതിൻ്റെ എക്സാമ്പിളിലോട്ടും മറ്റു കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ കൂടുതൽ മനസ്സിലാവും. സാധാരണ ബിസിനസ്സിന് വരുമാനം ഉണ്ടാക്കുന്നതിനായിട്ട് വരുന്ന ചിലവുകളാണ്. ഒന്ന് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ, തേയ്മാനം. ഈ തേയ്മാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ഇപ്പം ഇപ്പോൾ ഒരു വണ്ടിയാണെങ്കിൽ പോലും കുറേ നാൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കുറേ സാധനങ്ങളെല്ലാം ടയർ തേഞ്ഞു പോകും, അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ സ്പെയർ പാർട്സ് എല്ലാം കുറേ തേഞ്ഞു പോകും. അപ്പോൾ അതെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ബിസിനസ്, ഈ ഒരു ട്രക്ക് ഉണ്ടെന്ന് വിചാരിക്കുക, അത് അവർക്ക് വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് മേടിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സാധനങ്ങളെല്ലാം കൊണ്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ട്രക്ക് ഓടുന്നത്. അപ്പോൾ ട്രക്കിനുണ്ടാകുന്ന ചിലവുകൾ, അതിൻ്റെ സ്പെയർ പാർട്സ് പോയി, ടയർ പോയി, ഇതിനെല്ലാം ബിസിനസ്സിന് വീണ്ടും ചിലവ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊരു എക്സ്പെൻസാണ്. വാടക കൊടുത്തു, റെൻറ്റ്, അതൊരു ചിലവാണ്. വേജസ്, കുറേ ആൾക്കാർക്ക് വേജസ് ആൻഡ് സാലറി, ശമ്പളം കൊടുത്തു, അത് ബിസിനസ്സിന് ചിലവാണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്, അതിന് പലിശ കൊടുത്തു, അത് ചിലവാണ്. കോസ്റ്റ് ഓഫ് ഹീറ്റർ, ലൈറ്റ് ആൻഡ് വാട്ടർ, ടെലിഫോൺ. അപ്പം അവിടെയുള്ള ലൈറ്റിനും വെള്ളത്തിനും ടെലിഫോണിനും ഹീറ്ററിനും എല്ലാം മേടിച്ച് വെക്കുന്നതിനും അതിനെല്ലാം ബില്ലും വരും, എല്ലാ മാസവും വന്നുകൊണ്ടിരിക്കും. കറണ്ട് ബില്ല്, വാട്ടർ ബില്ല് എന്നൊക്കെ, ടെലിഫോൺ ബില്ല് എന്നൊക്കെ പറഞ്ഞ് വന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസാണ്, ചിലവുകളാണ്. പക്ഷേ ഈ ചിലവുകളെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഏണിംഗ് റവന്യൂ, വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചിലവെല്ലാം വരുന്നത്. ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി. കാരണം ഇവരെ വെച്ച് ജോലി കഴിച്ചിട്ട് അവരെന്ത് ചെയ്യുകയാണ്? കൂടുതൽ വരുമാനം ഉണ്ടാക്കുക, ബാങ്കിലോട്ട് പലിശ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പൈസ ഉപയോഗിച്ചിട്ട് അവർ ബിസിനസ് വളർത്തുകയാണ്, അത് വെച്ചിട്ട് അവർ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. വണ്ടിക്ക് തേയ്മാനം ഉണ്ടാകുന്നുണ്ട്, പക്ഷേ വണ്ടി ഓടിയിട്ടാണ് ഇവർക്ക് കൂടുതൽ സെയിൽസ് നടക്കുന്നതും എല്ലാം ചെയ്യുന്നത്. വാടക കൊടുക്കുന്നുണ്ട്, അത് വെച്ച്. അപ്പോൾ ഈ കെട്ടിടം ഉള്ളതുകൊണ്ടാണ് ബിസിനസ് കൂടുതൽ നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂ, വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി വരുന്ന ചിലവുകളെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലവ്.
റവന്യൂ എന്ന് പറഞ്ഞാൽ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി വരുന്ന കോസ്റ്റാണെന്ന് പറയുന്നത് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ചിലവാക്കൽ. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചിലവെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി എന്താണ് എക്സ്പെൻഡിച്ചർ, ചിലവാക്കൽ എന്താണെന്നുള്ള കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. സ്പെൻഡിങ് മണി എന്ന് പറഞ്ഞാൽ പൈസ ചിലവാക്കുക, അതാണ് ഒന്നാമത് അതിൻ്റെ അകത്ത് വരുന്നത്. സ്പെൻഡിങ് മണി ഓർ ഇൻകറിങ് എ ലൈബിലിറ്റി, അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബാധ്യത വരുത്തി വെക്കുക, എന്തെങ്കിലും ഒരു കടം ഉണ്ടാക്കി വെക്കുക. എന്തിനാണ്? ഫോർ സം ബെനിഫിറ്റ്, എന്തെങ്കിലും ഒരു ബിസിനസ്സിന് ഗുണം കിട്ടുന്നതിന് വേണ്ടി പൈസ ചിലവാക്കുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടം വരുത്തി വെക്കുന്നതിനോ ഒരു ലൈബിലിറ്റി വരുത്തി വെക്കുന്നതിൻ്റെ പേരാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സർവീസ് ഓർ പ്രോപ്പർട്ടി റിസീവ്ഡ് ഈസ് കോൾഡ് എക്സ്പെൻഡിച്ചർ. അപ്പം പൈസ ചിലവാക്കിയാണ് അല്ലെങ്കിൽ ഒരു ബാധ്യത വരുത്തി വെക്കുകയാണ്. എന്തിനാണ്? എന്തെങ്കിലും ഒരു പ്രയോജനം അതുവഴി കിട്ടണം, സം ബെനിഫിറ്റ് കിട്ടണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് അതുവഴി കിട്ടണം, സേവനം കിട്ടണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി, എന്തെങ്കിലും ഒരു അസറ്റ് അതുവഴി വാങ്ങിക്കാനായിട്ട് നമ്മളെക്കൊണ്ട് സാധിക്കണം. ഈസ് കോൾഡ് എക്സ്പെൻഡിച്ചർ. അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ചിലവാക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ചിലവാക്കൽ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. പൈസ ചിലവാക്കുക, സ്പെൻഡിങ് മണി, പൈസ ഒന്നിൽ നമ്മൾ പൈസ ചിലവാക്കും, അതല്ലെങ്കിൽ ഇൻകറിങ് എ ലൈബിലിറ്റി, ഒരു ബാധ്യത വരുത്തി വെക്കും, ഒരു കടം നമ്മൾ വരുത്തി വെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ സം ബെനിഫിറ്റ്, എന്തെങ്കിലും ബിസിനസ്സിന് എന്തെങ്കിലും ഗുണം കിട്ടുന്നതിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും സർവീസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും അസറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. പർച്ചേസ് ഓഫ് ഗുഡ്സ്, നമ്മുടെ കടയിലോട്ട് ഗുഡ്സ് വാങ്ങുന്നതിനായിട്ടാണ് നമ്മൾ പൈസ ചിലവാക്കിയത്. പർച്ചേസ് ഓഫ് മിഷനറി, നമ്മുടെ കമ്പനിയിലോട്ടൊരു മിഷനറി വാങ്ങുന്നതിനാണ് പൈസ ചിലവാക്കിയത്. പർച്ചേസ് ഓഫ് ഫർണിച്ചർ, നമ്മുടെ കമ്പനിയിലോട്ട് ഫർണിച്ചർ, മേശയും കസേരയും സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനായിട്ടാണ് പൈസ ചിലവാക്കിയത്. ആർ എക്സാമ്പിൾസ് ഓഫ് എക്സ്പെൻഡിച്ചർ. ഇതെല്ലാം ചിലവാക്കലിൻ്റെ ഏറെ ചില എക്സാമ്പിളുകളാണ്. പർച്ചേസ് ഓഫ് ഗുഡ്സ്, പർച്ചേസ് ഓഫ് മിഷനറി, പർച്ചേസ് ഓഫ് ഫർണിച്ചർ. ഗുഡ്സ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട്, മിഷനറി വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട്, ഫർണിച്ചർ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പൈസ ചിലവാക്കുന്നതിനെയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ബാധ്യത വരുത്തി വെക്കുന്നതിനെയാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇഫ് ദ ബെനിഫിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഈസ് എക്സോസ്റ്റഡ് വിത്തിൻ എ ഇയർ. അപ്പം നമ്മൾ ഈ ചിലവാക്കൽ നടത്തുകയാണ്, പൈസ ചിലവാക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവസാനിക്കുകയാണെങ്കിൽ, ഒരു വർഷത്തിന് ഉള്ളിൽ തന്നെ അത് അവസാനിക്കുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് ട്രീറ്റഡ് ആസ് ആൻ എക്സ്പെൻസ്. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ എക്സ്പെൻസ്, ഓൾസോ കോൾഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതിനെ നമ്മൾ എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ മറ്റൊരു പേരാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ പൈസ മുടക്കി, ആ പൈസ മുടക്കുന്ന വഴി നമുക്കൊരു സർവീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും. അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ അവസാനിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. ഓർത്ത് വെക്കുക. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്നുള്ള കാര്യം. അപ്പം നമ്മൾ എന്തെങ്കിലും പൈസ ചിലവാക്കുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ഒരു വർഷത്തെ താഴെ മാത്രം കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. അതിനൊരു ഒന്ന് രണ്ട് എക്സാമ്പിളുകളാണ് ഈ പറഞ്ഞേക്കുന്നത്. റെൻറ്റ് കൊടുത്തു അല്ലെങ്കിൽ ശമ്പളം കൊടുത്തു, ഇതെല്ലാം ഇപ്പം ഒരു റെൻറ്റ് കൊടുത്തു, വാടക കൊടുത്തു, അത് ഒരു മാസത്തേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ആ കൊടുത്തതിൻ്റെ ബെനിഫിറ്റ് എത്ര നാളേ ഉള്ളൂ? ഒരു മാസമേ ഉള്ളൂ. അല്ലെങ്കിൽ ശമ്പളം കൊടുത്തു, അത് ഒരു മാസത്തേക്കാണ് കൊടുക്കുന്നത്. അപ്പം ആ ശമ്പളം കൊടുക്കുന്നതിൻ്റെ ആ ബെനിഫിറ്റ് എത്ര നാളത്തേക്കേ ഉള്ളൂ? ഒരു മാസത്തേക്കേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാമാണ് എന്തെന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പം ആ ചിലവാക്കൽ കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ താഴെ മാത്രം അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അതിനാണ് നമ്മളെന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഓൺ ദ അതർ ഹാൻഡ് ദ ബെനിഫിറ്റ് ഓഫ് ആൻ എക്സ്പെൻഡിച്ചർ. നമ്മളൊരു ചിലവ് നടത്തി അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഫോർ മോർ ദാൻ എ ഇയർ, ഒരു വർഷത്തിന് മേലെ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ കുറച്ച് പൈസ മുടക്കി അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തിന് മേളിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ അസറ്റ്. അതിനെ നമ്മളൊരു അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യും. ഇറ്റ് ഈസ് കോൾഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഓർത്തിരിക്കുക. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പൈസ മുടക്കി അതിൻ്റെ ഒരു റിട്ടേൺ, അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ താഴെ മാത്രം നിൽക്കുകയാണെങ്കിൽ അതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഉദാഹരണത്തിന് ശമ്പളം കൊടുത്തു, റെൻറ്റ് കൊടുത്തു, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പൈസ മുടക്കുകയും അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തിന് മേലെ കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളുകളാണ് പർച്ചേസ് ഓഫ് മിഷനറി. ഒരു മിഷനറി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 10 വർഷത്തേക്കല്ലേ അത് നിൽക്കും, അവിടെ 10-15 വർഷത്തേക്ക് നിൽക്കും. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എത്ര നാളത്തേക്കാണ്? ഒരു വർഷത്തിന് മേലെ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കിട്ടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഒരു മേശയും കസേരയും കാര്യങ്ങളെല്ലാം കിട്ടി, അതും ഈ പറഞ്ഞ പോലെ ഒരു 10 വർഷത്തേക്കല്ലേ ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മോർ ദാൻ 1 ഇയർ ആണ്. അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ സ്പെൻഡിങ് മണി, നമ്മൾ പൈസ ചിലവാക്കിയാണ്.
അല്ലെങ്കിൽ ഇൻകറിങ് ലയബിലിറ്റി, ഒരു കടം വരുത്തി വയ്ക്കുകയാണ്. എന്തിനാണ്? ഫോർ സം ബെനിഫിറ്റ്, കമ്പനിക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അസറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പൈസ ചിലവാക്കുന്നതിനെയാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചർ രണ്ട് രീതിയിലുണ്ട്: ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് 1 വർഷത്തിന് മേലെ നിൽക്കുകയും റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് 1 വർഷത്തിൽ താഴെയുമാണ് നിൽക്കുന്നത്.